നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മാന്നാറിൽ 15 കൊല്ലം മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച സംഭവം യുവതിയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചെന്ന നിഗമനം. പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതിയായ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. അരൂർ തുറവൂർ പാതയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നു. ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. കിഴക്ക് ഭാഗത്ത് ഗതാഗത നിയന്ത്രണം. വാഹനങ്ങൾ അരുക്കുറ്റി വഴി തിരിച്ചുവിടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞെന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളുടെയും കേഡർമാരുടെയും വോട്ടുകളും BJPക്ക് ലഭിച്ചെന്നും രാധാകൃഷ്ണൻ. പുന്നപ്ര വയലാർ സമരനായകനും CPM നേതാവുമായിരുന്ന PK ചന്ദ്രാനന്ദന് സ്മരണാഞ്ജലി. PKC എന്നറിയപ്പെട്ടിരുന്ന PK ചന്ദ്രാനന്ദൻ ഓർമ്മയായിട്ട് 10 വർഷം. വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം. എരമല്ലൂരിൽ MDMAയും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി എത്തിച്ച കേസിലെ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ സ്വദേശികളെയാണ് ശിക്ഷിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് സമരം ശക്തിപ്പെടുത്താൻ തീരുമാനം. എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ ഒരു തീരുമാനവും അംഗീകരിക്കില്ലെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ. വാർത്തകൾ വിശദമായി. മാന്നാറിൽ 15 കൊല്ലം മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്ത സംഭവം. പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനം. പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേസിലെ മുഖ്യപ്രതിയായ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ ശ്രീകല എന്ന കലയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചെന്ന പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നും സംശയിക്കുന്നു. കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി. ജിനു, സോമൻ, പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ. പെരുമ്പുഴ പാലത്തിൽ വെച്ച് അനിലും മറ്റ് പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. 2009 സംഭവം. മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു. പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ എങ്ങനെയാണ് കലയെ കൊന്നതെന്നോ എവിടെ മറവ് ചെയ്തെന്നോ FIRൽ പറഞ്ഞിട്ടില്ല. അനിൽ നിലവിൽ വിദേശത്താണുള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അനിലിന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കല കൊല്ലപ്പെട്ടതാണെന്ന് കാണിച്ച് പോലീസിന് നിരന്തരമായി ഊമക്കത്ത് ലഭിച്ചിരുന്നു. ഇതോടെയാണ് തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഊമക്കത്തിന്റെ വിവരങ്ങൾ പിന്തുടർന്ന ആലപ്പുഴ DYSP KU അനീഷ്, CI M പ്രദീപ് കുമാർ, SI ടോൾസൺ, P ജോസഫ്, ക്രൈംബ്രാഞ്ച് ASI A സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം അറിഞ്ഞതും 5 പേരെ പിടികൂടാനായതും. കത്ത് മാന്നാറിൽ പോസ്റ്റ് ചെയ്തതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊല ചെയ്യപ്പെട്ട കലയും ഭർത്താവ് അനിലും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. ഇരുവരും വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്. കലയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അനിൽ പുതിയ വീട് വെച്ചിട്ടും പഴയ ശുചിമുറി പൊളിക്കാത്തത് നാട്ടുകാരിൽ മുൻപ് തന്നെ സംശയം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കൊലപാതക സാധ്യത അന്നാരും തിരിച്ചറിഞ്ഞില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ്. മൃതദേഹം ടാങ്കിലിട്ടത് വീട്ടിലെ മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. മൃതദേഹം ജീർണിക്കാൻ രാസവസ്തുക്കൾ ഇട്ടിട്ടുണ്ടാവും എന്ന നിഗമനവുമുണ്ട്. ഒരു നാടിനെ ആകെ നടുക്കിയ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്കുള്ള ഉത്തരം തേടി അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ടൈനൂസ്, ആലപ്പുഴ. അരൂർ തുറവൂർ പാതയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാവുന്നു. ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. റോഡിന്റെ കിഴക്ക് ഭാഗത്താണ് ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. വാഹനങ്ങൾ അരുക്കുറ്റി വഴി തിരിച്ചുവിടുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. അരൂർ, എരമല്ലൂർ, കുത്തിയതോട് തുടങ്ങി 5 പ്രധാന സ്ഥലങ്ങളിലാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ കുഴിയടയ്ക്കൽ നടക്കുന്നത്. 3 ദിവസത്തിനകം ടാറിംഗ് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള റോഡിന്റെ കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ കുഴിയടയ്ക്കൽ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണവുമുണ്ട്. ടൈനോസ്, തുറവൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റത്തിൽ ഇടത് ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാരുടെയും അനുഭാവികളുടെയും വോട്ട് BJPക്ക് ലഭിച്ചെന്നും AN രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിന് പുതിയ പദപ്രയോഗം സമ്മാനിച്ചിട്ടുള്ളത് CPM ആണ്. അവരാണ് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ. സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുന്ന പരിപാടി. അവർ കള്ളക്കടത്ത് നടത്തി
വിമാനമാർഗവും ഒക്കെ സ്വർണം കൊണ്ടുവരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ തടഞ്ഞു നിർത്തി അത് തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയാണ് സ്വർണം പൊട്ടിക്കൽ. ആ സ്വർണം പൊട്ടിക്കലിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത് ശ്രീമാൻ ജയരാജനാണ് എന്ന് അവരുടെ ജില്ലാ സമിതി അംഗം പരസ്യമായി പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രപരമായ ഇടിവോവൻ കുറെ കാലമായി നേരിടുന്നുണ്ടെങ്കിലും ഇന്ന് നേതാക്കന്മാർ മുഴുവൻ അഴിമതിക്കാരും സ്വജനപക്ഷപാതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അവസാനമായ വെളിപ്പെടുത്തലുകൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും സ്വർണം പൊട്ടിക്കലിന്റെയും ഒക്കെ രാജാക്കന്മാരായി മാറുന്നു. ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ സമാനമായ രീതിയിലുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. ബഹുമാനായ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പിന്റെ ഭാഗമായി മാറുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെതിരായി പ്രതികരിക്കുന്നു. വേറെ ഭാഗത്ത് തലോടലിന്റെ ഭാഗമായി ജില്ലയിലെ ചില ഘടകങ്ങൾ മുന്നോട്ട് വരുന്നു. ഏതായാലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ ആബാലവൃദ്ധ ജനങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ കല്ലെറിയാനോ ഒറ്റപ്പെടുത്തി വകയിരുത്താനോ ഒക്കെയുള്ള ശ്രമത്തെ ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി നേരിടുമെന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആബാലവൃദ്ധം ജനങ്ങളും നമ്മളോടൊപ്പമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ പഴയ വോട്ട് ബാങ്കിൽ നിന്ന് ഒരുപാട് ഘടകങ്ങൾ പുതിയതായി നമ്മളോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഞാൻ കാണുന്നത് എല്ലാ പിന്നോക്ക ജനവിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികളായ ആളുകൾ, കർഷക തൊഴിലാളികളായ ആളുകൾ, തെങ്ങേറ്റ തൊഴിലാളികളായ ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികളായ ആളുകൾ, പാവപ്പെട്ട മുഴുവൻ ആളുകൾ, ആബാലവൃദ്ധ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് നമുക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ അത് ഗൗരവമായി വിലയിരുത്തുകയും ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് നിലവിലുള്ള സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും കേന്ദ്ര സർക്കാരും അതിനോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ. ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ വൻ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിയുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളുടെയും കേഡർമാരുടെയും വോട്ടുകൾ ഇത്തവണ ബിജെപിക്ക് ലഭിച്ചതും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിൽ എൻഡിഎ നടത്താൻ പോകുന്ന മഹാവിജയത്തിന്റെ സൂചനയാണെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എൻഡിഎയുടെ സംഘടനാ സ്വാധീനവും സ്ഥാനാർത്ഥിയുടെ മികവും ഉറച്ച CPM കോൺഗ്രസ് വോട്ടുകളെ എൻഡിഎ പക്ഷത്തേക്ക് എത്തിക്കുവാൻ സാധിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു വന്ന പിന്നോക്ക പട്ടികജാതി ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ബിജെപിക്ക് അനുകൂലമായ ചരിത്ര മാറ്റത്തിന് വഴിയൊരുക്കിയതിന് പിന്നിൽ ആശയപരമായ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ജില്ലാ നേതൃത്വം വിലയിരുത്തി. ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് എത്തിച്ചേരുന്ന വോട്ടുകൾ തിരിച്ചുപോയ രാഷ്ട്രീയ ചരിത്രം ഉണ്ടായിട്ടില്ലെന്നും നേതൃയോഗം ചൂണ്ടിക്കാട്ടി. ആലപ്പുഴയിലെ എൻഡിഎ മുന്നേറ്റത്തിന്റെ പേരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ CPM ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായി നേരിടും. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലമായ ഹരിപ്പാട് BJP രണ്ടാമത് എത്തിയതും UDF വോട്ടുകളിൽ വൻ ഇടിവ് വീഴ്ത്താൻ സാധിച്ചതും എക്കാലത്തും ഉരുക്കുകോട്ടയായി ഇടതിനെ കാത്ത കായംകുളത്തും ചേർത്തലയിലും എൻഡിഎ വലിയ മുന്നേറ്റം നടത്തുകയും കായംകുളത്ത് CPM മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും നേതൃയോഗം വിലയിരുത്തി. അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര വടക്ക്, പുറക്കാട്, കാർത്തികപ്പള്ളി, മുതുകുളം, കുമാരപുരം, കരുവാറ്റ, ചെട്ടിക്കുളങ്ങര, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര, ചിങ്ങോലി, ചേപ്പാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലും BJP ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച നേതൃത്വത്തെയും ജനങ്ങളെയും ജില്ലാ ഭാരവാഹി യോഗം അഭിനന്ദിച്ചു. നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ BJP രണ്ടാം സ്ഥാനത്ത് എത്തിയതും ശ്രദ്ധേയമായി. ഇന്ത്യ മുന്നണി നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, G സുധാകരൻ എന്നിവരുടെ ബൂത്തുകളിൽ BJP മിന്നും പ്രകടനം കാഴ്ചവെച്ചു. VS അച്യുതാനന്ദന്റെ വീടിരിക്കുന്ന സ്വന്തം പഞ്ചായത്തായ പുന്നപ്ര വടക്കിൽ NDA ഒന്നാമത് എത്തിയതും യോഗത്തിൽ ചർച്ചയായി. ആലപ്പുഴ ലോക്സഭയിലെ 50% ബൂത്തുകളിലും NDA 1-2 സ്ഥാനങ്ങൾ നേടിയത് ചരിത്രപരമായ നേട്ടമാണെന്ന് നേതൃയോഗം വിലയിരുത്തി. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷനായി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ, BJP ദക്ഷിണമേഖലാ പ്രസിഡന്റ് K സോമൻ, ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, BJP ദക്ഷിണമേഖലാ വൈസ് പ്രസിഡന്റ് B കൃഷ്ണകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ, രവീന്ദ്രൻ, അരുൺ, അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈനൂസ് ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരസേനാനിയും CPM നേതാവുമായിരുന്ന PK ചന്ദ്രാനന്ദന് ഓർമ്മപ്പൂക്കൾ. PK ചന്ദ്രാനന്ദൻ ഓർമ്മയായിട്ട് 10 വർഷം തികയുന്നു. വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം. PK ചന്ദ്രാനന്ദൻ
പുന്നപ്ര വയലാർ സമരനായകരിൽ പ്രമുഖനായിരുന്നു. CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. PKC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന PK ചന്ദ്രാനന്ദൻ അമ്പലപ്പുഴ സ്വദേശിയാണ്. ചിന്ത പബ്ലിക്കേഷന്റെ ചുമതലക്കാരനായും പ്രവർത്തിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരിക്കെ അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ച റോഡാണ് ശബരിമലയിലെ ചന്ദ്രാനന്ദൻ റോഡ്. PKCയുടെ 10ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. CPM ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്ന ബ്രിട്ടീഷ് വാഴ്ച നിലനിൽക്കുവാൻ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബോർഡ് അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഏകാധിപത്യത്തിൻ്റെതാകുന്ന ഭരണ സംവിധാനം അടിച്ചേൽപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് അതിന് വിചാരിച്ച് ചട്ടക്കുട്ടലിലേക്ക് കൊണ്ട് അമ്പലപ്പുഴ ചേർക്കുന്ന താലൂക്കിലെ തൊഴിലാളി വർഗവും സമരമംഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറായത്. ആ സമര ആത്മീയ മുന്നോട്ട് പോകവേ ഒരുപാട് പേർ വീട് രക്തസാക്ഷി. ആ രക്തസാക്ഷികളുടെ സ്മരണകളാണ് നമ്മൾ അതിൽ ഓരോ വർഷവും അതിൽ രക്തസാക്ഷി അനുസ്മരണ പരിപാടികളിലൂടെ നടക്കുന്നത്. ഈ സമര പദങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിൽ മരണപ്പെടാം അദ്ദേഹത്തിനോടൊപ്പം PKCയോടൊപ്പം P. ഷാജിമോഹൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി B. വിനോദ് സ്വാഗതം പറഞ്ഞു. PG മുരളീധരൻ, PM പ്രമോദ്, AS സാബു, ഷെർലി ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിൽ 2024-25 വർഷത്തെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. മികച്ച കഴിവാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ മുന്നിൽ അവരുടെ കലാപ്രകടനങ്ങളിലൂടെ അവരുടെ മറ്റ് പ്രവൃത്തികളിലൂടെ നമ്മുടെ മുന്നിൽ നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരികയും നമ്മളെക്കാളെല്ലാം തന്നെ മികച്ച എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വീക്ഷണവും ആ കുഞ്ഞുങ്ങളുടെ പ്രകടനം കണ്ട് മറ്റ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്ക് വരെ ആ കുഞ്ഞുങ്ങളുടെ പ്രകടനത്തിൽ അവരോടുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബഹുമാനവും ആ കുഞ്ഞുങ്ങളെ മാതൃകയാക്കിക്കൊണ്ടുള്ള മറ്റ് സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ നമ്മളെപ്പോലുള്ളവർ പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന ഒരു സന്ദേശമാണ് അവരുടെ കഴിവിലൂടെ നമുക്ക് മുന്നിൽ അവരുടെ ആ പ്രകടനമൊക്കെ നമ്മളെ അത്തരത്തിലാണ് ചിന്തിപ്പിക്കുന്നത്. സിന്ധു A. അധ്യക്ഷയായി. കമ്മിറ്റി R. സ്വാഗതം പറഞ്ഞു. ഷാജി M. പദ്ധതി വിശദീകരിച്ചു. ദിദിയക് നാരായണൻ പരിപാടിയിൽ നന്ദി പറഞ്ഞു. കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആനന്ദ് കേൾവി സംസാര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. കായംകുളം സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 32 കുട്ടികളും രക്ഷകർത്താക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. ബുദ്ധി പരിശോധന, അസ്ഥി വൈകല്യ നിർണയ ക്യാമ്പ് എന്നിവയും 5-ന് നടക്കും. ടൈനോസ് കായംകുളം. എരമല്ലൂരിൽ MDMAയും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി എത്തിച്ച കേസിലെ പ്രതികൾക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. എറണാകുളം സ്വദേശിയായ സ്റ്റെബിൻ മാത്യു, കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് റിസ്താൻ, കണ്ണൂർ സ്വദേശിയായ അഖിൽ എന്നിവരെയാണ് ശിക്ഷിച്ചത്. MDMAയും ഹാഷിഷ് ഓയിലും കടത്തിയ കേസിലെ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 2022 ജൂലൈ മാസം 19-ാം തീയതി ചേർത്തല എരമല്ലൂർ നിക്കോളസ് ആശുപത്രിക്ക് മുൻവശം നാഷണൽ ഹൈവേയിൽ കാറിൽ അഗസ്റ്റിൻ പള്ളിക്ക് മുൻവശം MDMAയും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എറണാകുളം പിറവം മുനിസിപ്പാലിറ്റിയിൽ കൊട്ടാരക്കുന്നേൽ വീട്ടിൽ 28 വയസ്സുള്ള സ്റ്റീബിൻ മാത്യു, കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ റസിയ മൻസിലിൽ 31 വയസ്സുള്ള മുഹമ്മദ് റസ്താൻ, കണ്ണൂർ കരിവള്ളൂർ പേരളം പഞ്ചായത്തിൽ തെക്കേ കരപ്പാട്ട് വീട്ടിൽ 27 വയസ്സുള്ള അഖിൽ എന്നിവരെ ആലപ്പുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ഭാരതി 10 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ S. ശ്രീമോൻ, അഡ്വക്കേറ്റ് ദീപ്തി, അഡ്വക്കേറ്റ് നാരായണൻ എന്നിവർ ഹാജരായി. ടൈനോസ് ആലപ്പുഴ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് സമരം ശക്തിപ്പെടുത്താൻ തീരുമാനം. എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ മറ്റൊരു ആവശ്യവും അംഗീകരിക്കില്ലെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് ജനകീയ സമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന സമര പരിപാടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം MP യുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി
GDM ഭാഗത്ത് ആരംഭിച്ച അടിപ്പാത നിർമ്മാണം തടഞ്ഞിരുന്നു. ഹൈക്കോടതിയുടെയും MP-യുടെയും നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന കോൺട്രാക്ടറുടെ ധിക്കാരപരമായ നടപടി എന്ത് വില കൊടുത്തും തടയുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-യും മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും നമ്മളുടെ ആവശ്യമായ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ MP വിളിച്ചു ചേർത്ത യോഗത്തിൽ ദേശീയപാത അധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി കായംകുളത്ത് വീണ്ടും അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഇവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും തുടർന്ന് സമരസമിതി ശക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ MP-യും മറ്റുള്ള നേതൃത്വത്തിൻ്റെയും ഇടപെടലോടുകൂടി അവർ നിർമ്മാണം നിർത്തിവെച്ചുവെങ്കിലും ഈ വാഗ്ദാന ലംഘനം നമുക്കൊരു സൂചനയാണ്. ഇവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അനുസരിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആവശ്യത്തിലധികം ജനങ്ങളുടെ താക്കീത് ലഭിച്ചിട്ടും അതും അംഗീകരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. കായംകുളത്തെ ജനങ്ങൾക്ക് ആവശ്യം ഉയരപ്പാതയാണ്. ഇവിടെ തൂണുമേൽമേലുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്നതിന് പകരം കായംകുളത്ത് അടിപ്പാതകൾ മാത്രം മതി എന്നുള്ള നിർവചനവുമായി മുന്നോട്ട് പോകുന്ന കായംകുളത്തെ MLA ഇതിനിപ്പം തടസ്സമായി നിൽക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അടിപ്പാതയല്ല ഞങ്ങൾക്ക് ആവശ്യം, ഇവിടെ കായംകുളത്ത് ഉയരപ്പാതയാണ് ആവശ്യം. കായംകുളത്തെ നാഷണൽ ഹൈവേ സമരസമിതി അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കെ കഴിഞ്ഞ ദിവസം MLA പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതാണ്. ഇതുവരെ ഈ സമരസമിതിയായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതിരുന്ന അവർ കായംകുളത്ത് എന്തിനാണ് എലിവേറ്റഡ് ഹൈവേയുടെ ആവശ്യമെന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന MLA കളക്ടർ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പോലും നമ്മളുടെ ഉയരപ്പാത എന്ന ആവശ്യത്തെ പിന്തുണയ്ക്കാതിരുന്ന MLA ഇന്നലെ പെട്ടെന്ന് മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് കായംകുളത്തെ വർക്ക് പൂർത്തീകരിക്കുവാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ഇപ്പോൾ വർക്ക് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ ബഹുമാന്യനായ MP KC വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ അത് തടസ്സപ്പെടുത്തുകയും ദേശീയപാത ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പ്രസ്താവന എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു. കായംകുളത്ത് ദേശീയപാതയുടെ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്ന MLA-യുടെ പ്രസ്താവന വീണ്ടും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടാനേ ഉപകരിക്കൂ. ഇത് രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമരം ശക്തമായി തുടരുമെന്നും എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ ഒരു നിർദ്ദേശവും സ്വീകാര്യമല്ലെന്നും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു. ചെയർമാൻ അബ്ദുൾ ഹമീദ്, കൺവീനർ ദിനേശ് ചന്ദന, കൗൺസിലർ K പുഷ്പദാസ്, അൽകുമാർ, TP ഹരിഹരൻ, സജീർ കുന്നുകണ്ടം, സിയാദ് മണ്ണാമുറി, അനസ് ഇല്ലിക്കുളം, മുബീർ ഓടനാട്, ഹരി ആടുകാട്ട് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. ടൈനോസ് ആലപ്പുഴ. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ 6 ശനിയാഴ്ച ചുമതലയേൽക്കും. ഇക്കൊല്ലം വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയുക്ത പ്രസിഡന്റ് NG നായരും മറ്റ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിലെ 3211 ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സോൺ 27-ലെ ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു റോട്ടറി ഇയർ. കഴിഞ്ഞ റോട്ടറി ഇയർ അവസാനിച്ചു. പുതിയ റോട്ടറി ഇയർ ജൂലൈ 1 ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇനാഗുറേഷൻ ശരിക്കും ഇൻസ്റ്റലേഷൻ സെറിമണി എന്ന് പറയും. അത് ഈ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച ടൗൺ റോട്ടറി ക്ലബ് ഹാൾ, അന്ത്രപ്പേർ ഗാർഡൻസിനുള്ള അടുത്തുള്ള ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചിട്ട് നടത്തുകയാണ്. അതിൽ മുഖ്യാതിഥിയായി എത്തുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷയാണ്. വിശിഷ്ടാതിഥിയായിട്ട് റോട്ടറി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ AKSM ഡോക്ടർ ജോൺ ഡാനിയലാണ്. അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളും ഉണ്ടാകും. ഇതിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ സർവീസ് ഓറിയൻറ്റഡ് ആണ് റോട്ടറിയുടെ പ്രവർത്തനങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ ഒരു ശൃംഖലയാണ് റോട്ടറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1905 തുടങ്ങി വെച്ചതാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ്, കുട്ടികൾക്കും സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒക്കെയുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സൃഷ്ടിക്കുക, അവർക്ക്
സ്വയം പര്യാപ്തമായ രീതിയിലുള്ള തൊഴിൽ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നിന്നൊരു വരുമാനം കിട്ടി അതിൽ കൂടി ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉയരെ എന്നുള്ള ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതാണ് ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ്. മാജിക് ഓഫ് റോട്ടറി എന്നുള്ളതാണ് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഈ വർഷത്തെ പ്രധാന പ്രോജക്റ്റും. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ 34ാമത്തെ പ്രസിഡന്റായി റൊട്ടേറിയൻ MPHF NG നായർ സ്ഥാനമേൽക്കുന്നു. 2024 ജൂലൈ 6 ശനിയാഴ്ച വൈകിട്ട് 6-നാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യാതിഥിയാകും. വിശിഷ്ടാതിഥികളായി റോട്ടറി ഡിസ്ട്രിക്ട് 3211-ന്റെ മുൻ ഗവർണർ റൊട്ടേറിയൻ AKSM ജോൺ ഡാനിയൽ, AKSM റൊട്ടേറിയൻ മീര ജോൺ എന്നിവർ പങ്കെടുക്കും. അന്നേ ദിവസം തന്നെ ക്ലബ് സെക്രട്ടറിയായി റൊട്ടേറിയൻ MPHF ഡോക്ടർ ML ലൂക്കോസ്, ക്ലബ് ട്രഷററായി റൊട്ടേറിയൻ MPHF ജിതേഷ് നമ്പ്യാരും മറ്റ് പ്രഗത്ഭരായ റോട്ടറി അംഗങ്ങൾ ഡയറക്ടർമാരായും പുതിയ ഭരണസമിതി നിലവിൽ വരും. കഴിഞ്ഞ 33 വർഷങ്ങളായി ചേർത്തലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സേവന സംരംഭങ്ങളിലും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് തുടർന്നും അത്തരം സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിയുക്ത പ്രസിഡന്റ് റൊട്ടേറിയൻ MPHF NG നായർ പറഞ്ഞു. തുടർന്ന് വിവിധ പദ്ധതികൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ചേർത്തല താലൂക്കിൽ നടപ്പിലാക്കുമെന്നും കൂടാതെ വിദ്യാർത്ഥികളെയും മറ്റ് യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഉയരെ എന്ന പദ്ധതിയും ഇതോടൊപ്പം ആരംഭിക്കുമെന്നും ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് ഭാരവാഹികളായ ലാൽജി, ഡോക്ടർ ML ലൂക്കോസ്, PRO കൃഷ്ണപ്രസാദ്, ക്ലബ് ട്രെയിനർ അബ്ദുൽ ബഷീർ എന്നിവർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലം നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ചേർത്തല DYSP S ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ റോട്ടറി വർഷത്തെ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്നു. ചേർത്തല DYSP S ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ റോട്ടറി ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഹൈജീൻ, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, എൻവയൺമെൻറ്റ്, സ്പേസ്, ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓരോ മേഖലയിലും ഉണ്ടാകേണ്ട മാറ്റങ്ങളും ഒരുക്കേണ്ട സുരക്ഷിതത്വങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിട്ടുള്ള ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള ക്ലബ്ബാണ് ഈ റോട്ടറി ക്ലബ്ബ് എന്നുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ എടുത്തു പറയാവുന്ന ആൾക്കാരാണ്. ഡോക്ടേഴ്സ് ആയാലും കോളേജ് ലെക്ചറേഴ്സ് ആയാലും പ്രൊഫസറായി കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു പൊതു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ചില്ലറയല്ല. അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ചിട്ടയോടുകൂടിയുള്ളൊരു പ്രവർത്തനം ശൈലി റോട്ടറി ക്ലബിനുണ്ട്. പ്രസിഡന്റ് K ലാൽജി അധ്യക്ഷനായിരുന്നു. ചേർത്തല ട്രാഫിക് പോലീസ് സ്റ്റേഷന് ആവശ്യമായ റെയിൻകോട്ടുകളും കുടകളും വിതരണം ചെയ്തു. ചേർത്തല ഫയർ സ്റ്റേഷനു വേണ്ടി കമ്പ്യൂട്ടറും പ്രിന്ററും UPS-ഉം വാങ്ങി ഓഫീസർ പത്മകുമാർ ഏറ്റുവാങ്ങി. 15ഓളം സ്കൂൾ കുട്ടികൾക്ക് 1 വർഷത്തേക്ക് ആവശ്യമായ ഹാൻഡ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ തുടങ്ങിയവ വിതരണം ചെയ്തു. നിയുക്ത പ്രസിഡന്റ് NG നായർ ഈ വരുന്ന റോട്ടറി വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു. ഡോക്ടർ ശ്രീദേവൻ, തങ്കച്ചൻ ടി കടവൻ, ഡോക്ടർ ML ലൂക്കോസ്, ഡോക്ടർ ബസന്ത് റോയ്, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 പേർക്ക് മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. H സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചിലത് അതിനേക്കാൾ കൂടുതലായി നമ്മൾക്ക് ഈ ജനവിഭാഗത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് നിഷ്കർഷയിൽ പറയപ്പെടുന്ന ഇത്ര ശതമാനം ഈ ജനവിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്ന പണത്തെക്കാൾ കൂടുതൽ പണം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതും നടപ്പാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ നിഷ്കർഷ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളതല്ല. ആ നിഷ്കർഷകർക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ പ്രത്യേകമായൊരു താല്പര്യം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾക്ക് കൈവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അഡീഷണലായി കൂടുതൽ പണത്തിന്റെ ഭാഗമായി മാറ്റിവെക്കാൻ പറ്റുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ കൃത്യമായ
നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന നയം പ്രഖ്യാപിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതൊരു കേവലമായൊരു കടലാസിലെ പ്രഖ്യാപനം മാത്രമല്ല. പൊതു ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുവായ സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം പരിഗണിക്കണം, ആ പരിഗണനയ്ക്ക് പ്രാപ്തമായ തീരുമാനങ്ങൾ ഭരണപരമായി കൈക്കൊണ്ടുകൊണ്ടാണ് ഈ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ, PG സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ R ജയരാജ്, ശ്രീജ രതീഷ്, അംഗങ്ങളായ VR അശോകൻ, G വേണുലാൽ, V അനിത, R ഉണ്ണി, സതി രമേശ്, CDPO K രേഖ, ബ്ലോക്ക് സെക്രട്ടറി ഹമീദ് കുട്ടി ആശാൻ, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ ബിപിൻ ബാബു എന്നിവർ സംസാരിച്ചു. ടൈനോസ് അമ്പലപ്പുഴ. ചിട്ടി സ്ഥാപനം 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഋഷിറാം എന്ന സ്ഥാപനത്തിൻ്റെ ചേർത്തല, മാരാരുകുളം മേഖലയിലുള്ള ബ്രാഞ്ചുകളിലാണ് തട്ടിപ്പ് നടന്നതെന്ന് നിക്ഷേപകർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാൻ മാരാരുകുളം ഋഷിറാം ചിറ്റ്സ് എന്ന സ്ഥാപനത്തിൽ 3 വർഷമായിട്ട് ജോലി ചെയ്തൊരു സ്റ്റാഫാണ്. ഇപ്പോൾ മാരാരുകുളം ഋഷിറാം സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ട് 4 മാസമായി. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് പേരുടെ FD, RD, ചിട്ടിയൊക്കെ കളക്ഷനായിട്ട് ഞങ്ങൾ തന്നെ കളക്ഷൻ എടുത്തിട്ടുണ്ട്, ചിട്ടിയെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൈസ, കോടികളോളം രൂപ നമ്മൾ കളക്ട് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ചിട്ടി പൈസ ആർക്കും തന്നെ അവർ കൊടുക്കുന്നില്ല. കുറച്ച് നാളുകളായിട്ട് ചിട്ടി പൈസ ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ മേടിക്കാമെങ്കിൽ മേടിച്ചോ, കൊണ്ട് SP-ക്ക് CIക്കൊക്കെ പരാതി കൊടുക്കുക, എല്ലാവരും എൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ കൈവശത്താണ്, അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കാശ് കിട്ടുകയില്ല എന്നുള്ള ധാർഷ്ട്യമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളും അവിടെ പൈസ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കളക്ട് ചെയ്ത കസ്റ്റമർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കാശ് കൊടുക്കാനുള്ളൊരു മര്യാദ അവർ കാണിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് പേര് സംഘടിച്ച് കുറേ കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു പരാതി തയ്യാറാക്കി SP-ക്കൊക്കെ കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി 3 സ്റ്റാഫുകൾ തന്നെ SP-ക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. SP ഞങ്ങൾക്ക് പറഞ്ഞത് DYSPയുടെ ഓഫീസിൽ നിങ്ങളെ വിളിപ്പിക്കും, അവിടെ നിങ്ങളെ വിളിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുകൊണ്ട് ഞങ്ങളെ ഇതുവരെ DYSPയുടെ ഓഫീസിൽ വിളിച്ചില്ല. മാരാരുകുളം CI ആണ് ഞങ്ങളെ വിളിപ്പിച്ചത്. CIയുടെ മുമ്പിൽ ഇവർ വന്നിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ആ പരിഹാരം ലിസ്റ്റ് തന്നാൽ മതി, അവർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കാം, പരിഹാരം ഉണ്ടാക്കാമെന്ന് CIയുടെ മുമ്പിൽ വെച്ച് ഇവർ പറഞ്ഞതാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു, ആർക്കും പൈസയും കൊടുത്തിട്ടില്ല, ആരെയും ഇവർ വിളിപ്പിച്ചിട്ടുമില്ല, ആരോടും ഇവർ സംസാരിച്ചിട്ടുമില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു 3.5 കോടിയോളം രൂപ ഓരോ കസ്റ്റമർക്കായിട്ട് FD, RD ചിട്ടിയായിട്ട് കൊടുക്കാനുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞ ചിട്ടി കാലാവധി കഴിയട്ടെ, കാലാവധി 2 വർഷം കഴിഞ്ഞവർ വരെ കാശ് കിട്ടാൻ ഉണ്ട്. ഇപ്പോൾ അപ്പോഴും പറയുന്നത് കാലാവധി കഴിയട്ടെ, കാശ് അന്നേരം ഞങ്ങൾ തരത്തുള്ളൂ. RDയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവർക്ക് ക്യാൻസൽ ആയതാണ്. എന്നിട്ട് കൂടി RDയുടെ അല്ല, നിധിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഡിസംബറിൽ അവർക്ക് ക്യാൻസലായി. പക്ഷേ എന്നിട്ട് കൂടി RD, FD അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോഴും പറയുന്നത് കാലാവധി കഴിയട്ടെ, രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു കമ്പനിക്ക് കാലാവധി കഴിയട്ടെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിട്ടിയാണെങ്കിലും സ്ഥാപനം രജിസ്റ്റേർഡ് ആണെങ്കിലും ഒറ്റ ചിട്ടിയും രജിസ്റ്റർ ചെയ്തല്ല നടത്തുന്നത്. 20 ചിട്ടികൾ രജിസ്റ്റർ ചെയ്ത് പോകണമെന്നാണ് നിയമം. പക്ഷേ നമ്മുടെയൊക്കെ അത് എറണാകുളം ഓഫീസിലേക്ക് രജിസ്റ്റർ ചെയ്യാനാണെന്ന് പറഞ്ഞ് പേപ്പറെല്ലാം കൊണ്ടുപോകും. പക്ഷേ ഒരു ചിട്ടി 2021 ശേഷം ഒരു ചിട്ടിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നു എന്ന് പറഞ്ഞ് പേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ചിട്ടി ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അർത്തുങ്കൽ, ചേർത്തല, മാരാരിക്കുളം, ആലപ്പുഴ ഭാഗങ്ങളിലായിട്ട്, അയ്യപ്പഞ്ചേരി, ഇത്രയും ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഒരു 500ഓളം കസ്റ്റമർ നമ്മളുടെ അറിവിൽ നിലവിലുണ്ട്. അതിൽ ഒരു 400ഓളം പേർക്കും കാശ് കൊടുക്കാനുണ്ട്. വളരെ തുച്ഛമായ 1-2 പേർക്കാണ് അവരിൽ കാശ് ഇങ്ങോട്ട് കൊടുക്കാനുള്ളത്, ബാക്കി എല്ലാവർക്കും തന്നെ അങ്ങോട്ടാണ് പൈസ കൊടുക്കാനുള്ളത്. ചേർത്തല താലൂക്കിന്റെ തെക്കൻ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന ചിട്ടി സ്ഥാപനം 3.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഋഷിറാം എന്ന സ്ഥാപനത്തിന്റെ മാരാരിക്കുളം, അർത്തുങ്കൽ, ചേർത്തല, അയ്യപ്പഞ്ചേരി, ആലപ്പുഴ ശാഖകളിലാണ് തട്ടിപ്പ് നടന്നത്. ഇത് സംബന്ധിച്ച് 70ഓളം പേർ ഒപ്പിട്ട പരാതി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ചേർത്തല DYSPക്കും നൽകിയിട്ടുണ്ട്. പരാതിയെ തുടർന്ന് സ്ഥാപന ഉടമകളുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നെങ്കിലും ഉടമ ചിട്ടിത്തുക നൽകിയില്ലെന്നാണ് പരാതി. ഇതേ തുടർന്ന് പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് രൂപം നൽകിയ കർമ്മസമിതി ചിട്ടി സ്ഥാപനത്തിന്റെ മാരാരിക്കുളം ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ചിട്ടി നിക്ഷേപത്തിനായി സ്ഥാപനം നിയോഗിച്ചിരുന്ന ജീവനക്കാരും കബളിപ്പിക്കപ്പെട്ടതായി ആരോപിച്ച് കർമ്മസമിതിക്കൊപ്പം സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. തുക പോയിട്ടും വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടും ചിട്ടി സ്ഥാപന ഉടമകൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കർമ്മസമിതി ചെയർമാൻ S രാജേഷ്, കൺവീനർ KV ശിവദാസൻ, വൈസ് ചെയർമാൻ സൈനു സിൻസൺ, ജോയിന്റ് കൺവീനർ S ഷിതമോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പരാതികളിൽ നടപടി ഉണ്ടാകാത്തത് അട്ടിമറിയാണെന്ന ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്.
പ്രാഥമിക അന്വേഷണത്തിൽ 500ഓളം പേരുടെ പണം നഷ്ടമായിട്ടുണ്ടെന്നാണ് വിവരം. സാധാരണക്കാരായ ആളുകളാണ് ഭൂരിഭാഗവും പറ്റിക്കലിന് ഇരയായിട്ടുള്ളത്. ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മാന്നാറിൽ 15 കൊല്ലം മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച സംഭവം. യുവതിയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചെന്ന നിഗമനം. പിടിയിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതിയായ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. അരൂർ തുറവൂർ പാതയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നു. ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. കിഴക്ക് ഭാഗത്ത് ഗതാഗത നിയന്ത്രണം. വാഹനങ്ങൾ അരൂക്കുറ്റി വഴി തിരിച്ചുവിടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളുടെയും കേഡർമാരുടെയും വോട്ടുകളും BJPക്ക് ലഭിച്ചെന്നും രാധാകൃഷ്ണൻ. പുന്നപ്ര വയലാർ സമരനായകനും CPM നേതാവുമായിരുന്ന PK ചന്ദ്രാനന്ദന് സ്മരണാഞ്ജലി. PKC എന്നറിയപ്പെട്ടിരുന്ന PK ചന്ദ്രാനന്ദൻ ഓർമ്മയായിട്ട് 10 വർഷം. വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണം. എരമല്ലൂരിൽ MDMAയും ഹാഷിഷ് ഓയിലും വിൽപ്പനയ്ക്കായി എത്തിച്ച കേസിലെ പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ സ്വദേശികളെയാണ് ശിക്ഷിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് സമരം ശക്തിപ്പെടുത്താൻ തീരുമാനം. എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ ഒരു തീരുമാനവും അംഗീകരിക്കില്ലെന്ന് ജനകീയ സമരസമിതി നേതാക്കൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.